ഇന്ന് രാത്രി കുറച്ച് വിരുന്നേരുണ്ട്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണമല്ല, അതിനുള്ള ഫുഡ് റെഡിയാക്കലാണ് ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ടി ചിക്കൻ പൊരിച്ചിട്ട് വെക്കുന്ന ബിരിയാണിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ബിരിയാണി വെക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ എന്നാലും എൻ്റെ റെസിപ്പി ഒന്ന് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാണ്. ബിരിയാണീൻ്റെ കൂടെ കുറച്ച് ചിക്കനും പൊരിച്ചതുണ്ട്. ബിരിയാണിയിലേക്ക് ഉള്ള ചിക്കനാണിത്. അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് നാരങ്ങ നീരൊക്കെ പുരട്ടി കുറച്ച് നേരം വെക്കണം. പൊരിക്കാനുള്ള ചിക്കനാണിത്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഗരം മസാലയും കോൺഫ്ലോറും ചെറുനാരങ്ങ നീരും ഒക്കെ കൂടി മസാല പുരട്ടി വെക്കുകയാണ്. ഇനി പൊരിക്കാൻ നേരത്തെ എടുക്കുകയുള്ളൂ. ബിരിയാണി മസാല പൊടിച്ച് വെച്ചതൊക്കെ കഴിഞ്ഞിക്കണ്. അപ്പോൾ അത് പൊടിക്കുകയാണ്. ബിരിയാണിക്ക് ആവശ്യമുള്ള ഉള്ളി, തക്കാളി ഒക്കെ അരിയലാണ് അടുത്ത പരിപാടി. കുറച്ച് ചോറല്ലേ ഉള്ളൂ, ചോറിനനുസരിച്ചല്ലേ മസാല. 1.5 കിലോ ചോറ് വെക്കണ്ടോ? 1.5 ഇല്ല. ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ച് ഇനി ബിരിയാണിക്കുള്ള ചിക്കൻ പൊരിക്കും. ചിക്കൻ പൊരിക്കണതിൻ്റെ ഒപ്പം തന്നെ ബിരിയാണീൻ്റെ മേലെ ഇടാനുള്ള ഉള്ളി കുറച്ച് പൊരിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് ഉള്ളി വാട്ടാൻ പോകുന്നത്. ഞാനിവിടെ റൈസ് ബ്രാൻഡ് ഓയിലാണ് യൂസ് ചെയ്യൽ. അത് തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കാൻ കൊടുക്കുന്നത്. പിന്നെ നെയ്യൊന്നും യൂസ് ചെയ്യലില്ല. എണ്ണ കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താണ്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് വേഗം വാടാൻ വേണ്ടിയിട്ട്. ബിരിയാണിയിലേക്കുള്ള അരി വേവിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി എണ്ണ വെച്ചെടുത്ത് ഗ്രാമ്പും പട്ടയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് കുറച്ച് ബേ ലീഫും ഇട്ട് പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കലാണ് അരി. ഉള്ളി വാടി കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ്. ബിരിയാണി മസാല ഇട്ട് കൊടുത്ത് കുറച്ച് പാക്കറ്റിൻ്റെ ബിരിയാണി മസാലയും വാങ്ങിയിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്ത് കൂടി മിക്സാക്കിയതിന് ശേഷം തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് ചിക്കൻ ഇട്ട് കൊടുത്ത്
കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഗ്യാസിന്നത്തെ വെള്ളം തിളക്കൽ തുടങ്ങിയിരിക്കണം. അതിനുള്ള അരി ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എരിവ് കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സാക്കി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ബിരിയാണിയിലേക്കുള്ള ചോറ് വെന്ത് തുടങ്ങിയിരിക്കണ്. ഇനി അതൊക്കെ ദമ്മിടലാണ്. ചോറ് കുറേശ്ശെ ചോറ് ഇങ്ങനെ ഇട്ടെടുത്ത് ചോറിട്ട് സെറ്റാക്കിയതിൻ്റെ ശേഷം ഉള്ളി പൊരിച്ചതും മല്ലിച്ചപ്പും പിന്നെ അതിൻ്റെ കൂടെ മുന്തിരി പൊരിച്ചതും ഉണ്ട്, അത് ഇട്ടെടുത്ത് കുറച്ച് ബിരിയാണി മസാല ഇട്ടാളെ. ബിരിയാണി മസാല അതിൻ്റെ മേലെ കുറച്ച് തൂങ്ങി കൊടുക്കണം. പിന്നെ ഒരു ലെയറും കൂടി ചോറിടാണ്ട് ഇട്ടെടുക്കുക. ബിരിയാണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് കനൽ കോരിയിട്ട് ദമ്മിടണം. അടുത്ത് കഴിഞ്ഞ് ബിരിയാണിക്കുള്ള സാലഡ് ഉണ്ടാക്കലാണ്. അതിന് വേണ്ടിയുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് ക്യാരറ്റും കുക്കുംബറൊക്കെ അരിഞ്ഞ് വെക്കലാണ്. ഉള്ളി കടിക്കാൻ കിട്ടണ്ടേ? നല്ലോണം കടിക്കാൻ കിട്ടുന്നുണ്ടോ?
ലാസ്റ്റായിട്ട് ചിക്കൻ പൊരിക്കലാണ്. അത് പൊരിക്കാനുള്ള പരിപാടിയാണ്.